SSLC കഴിഞ്ഞ് കൊമേഴ്സ് ഇഷ്ടപ്പെട്ടെടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയൊക്കെയോ കൊമേഴ്സിൽ എത്തിപ്പെടുന്നവരുമുണ്ട്. രണ്ടാമത് പറഞ്ഞതായിരിക്കും കൂടുതൽ ഉണ്ടാവുക. യഥാർത്ഥത്തിൽ കൊമേഴ്സിന് വൈഡായ ഒരു സ്കോപ്പ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കൊമേഴ്സിൽ സ്കോപ്പ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഫൈനാൻഷ്യലി, മാനേജീരിയലി നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കരിയർ നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കൊമേഴ്സ് നിങ്ങളെ സഹായിക്കും. ഇനി കൊമേഴ്സിന്റെ ലോകത്ത് അക്കൗണ്ടൻസി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമെന്ന് പേടിയുണ്ടോ? എന്നാൽ അത് വേണ്ട. നിങ്ങൾക്ക് അക്കൗണ്ടൻസിയെ പറ്റി അറിയാം. നമുക്ക് അവിടെ നിന്ന് തന്നെ പഠിച്ചു തുടങ്ങാം. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അക്കൗണ്ടൻസി എന്ന് പറയുന്നത് പുതുതായ ഒരു കാര്യമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി ഒരു പുതുതായ കാര്യം തന്നെയാണ്. എന്നാൽ അക്കൗണ്ടൻസി എന്താണെന്ന് നിങ്ങൾക്ക് ചെറുതായൊരു ധാരണയുണ്ട്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. അക്കൗണ്ടൻസി എന്ന ടേമിലെ ഫെമിലിയാരിറ്റി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. അക്കൗണ്ടൻസി, അക്കൗണ്ട് നിങ്ങൾക്ക് പരിചയമില്ലേ? ഞാൻ പറഞ്ഞു തരാം. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പരിചയമില്ലാത്തവരാരുമില്ല. ബാങ്ക് അക്കൗണ്ട് പരിചയമില്ലാത്തവരാരും ഇല്ലല്ലോ. ഇതൊക്കെ എന്താണ്, ഇവിടെ നടക്കുന്നത് എന്താണ് എന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ അക്കൗണ്ടൻസിയുടെ പ്രോസസ്സ് എന്താണെന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ എന്തിനാണ് ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുള്ളത്? നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണ്. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ആവശ്യത്തിനായിരിക്കും കൂടുതൽ പേരും ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പം നമ്മുടെ സ്കോളർഷിപ്പ് എമൗണ്ട് നമ്മുടെ ബാങ്കിലേക്ക് വരുന്നതും നമ്മൾ ബാങ്കിൽ പോയി അത് എടുക്കുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ബാങ്ക് അക്കൗണ്ട് എന്ന സിസ്റ്റം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസിയാണ്. അക്കൗണ്ടൻസി സിമ്പിൾ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇനി ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നതും പോകുന്നതുമായിട്ടുണ്ടാകും. ഇതിനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിന് അക്കൗണ്ടൻസി എന്ന് പറയാം. നേരത്തെ നമ്മൾ ബാങ്കിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാങ്കിൽ വരുന്നതും പോകുന്നതും റെക്കോർഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ബിസിനസ്സിലേക്കും വരുന്നതും പോകുന്നതുമായിട്ടുള്ള ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസിലൂടെ അക്കൗണ്ടൻസി സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. ഫോർ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഡു ഫോളോ IIC Lakshya.